സെമിനാരി പറഞ്ഞോടനെ നീ കെട്ടും കിടക്കി എടുത്ത് ഇറങ്ങിയോ സെമിനാരി ചേരാൻ? ശോസന, നീ എന്നതായി പറയുന്നേ? ചെറുക്കിന് ദൈവവിളി കിട്ടി, അപ്പോ പിന്നെ സെമിനാരി ചേരാതെ എന്തോ ചെയ്യാനാ? നീ ഒന്നിങ്ങ് മാറിക്കേ. ആ വിളിച്ച ദൈവത്തിന്റെ നമ്പർ ഇങ്ങാന്നെ, ഞാനൊന്ന് ചോദിക്കട്ടെ, വിളിച്ചോന്ന്? ഞാനാരെ വിളിച്ചിട്ടില്ല. നീ എന്നാ വർത്താനായി പറയുന്നേ? ദൈവം ഫോണുമായിട്ടാണോ നടക്കുന്നത്? നീ ഒന്ന് മാറിക്കേ, ബോട്ട് പോവും. പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അത് പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുത്ത് തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്? അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. അച്ചാച്ചൻ ഉമ്മ എന്ന് കേട്ടിട്ടില്ല? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നെ എന്തൊക്കെയാടാ ചെയ്തത്? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നടാ ചെയ്തത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നു അച്ചാച്ചൻ അറിഞ്ഞൂടെ? എന്റെ പൊന്നു ശോസനെ, ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് പറയാ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും വന്ന് തോട്ടെ വീഴുന്ന ഉറപ്പായി. അയ്യോ, നിക്കടാ അവിടെ. എനിക്ക് നിന്റെ തീരുമാനം ഇപ്പൊ അറിയണം. സെമിനാരി ചേർന്ന് പട്ടം വാങ്ങി പള്ളിയിൽ അച്ഛനാവണോ അതോ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനാവണോ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അത് പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുത്ത് തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്? അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. അച്ചാച്ചൻ ഉമ്മ എന്ന് കേട്ടിട്ടില്ല? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നെ എന്തൊക്കെയാടാ ചെയ്തത്? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നടാ ചെയ്തത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നു അച്ചാച്ചൻ അറിഞ്ഞൂടെ? എന്റെ പൊന്നു ശോസനെ, ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് പറയാ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും കപ്പയാര് വന്ന് തോട്ടെ വീഴുന്ന ഉറപ്പായി. അയ്യോ, നിക്കടാ അവിടെ. എനിക്ക് നിന്റെ തീരുമാനം ഇപ്പൊ അറിയണം. സെമിനാരി ചേർന്ന് പട്ടം വാങ്ങി പള്ളിയിൽ അച്ഛനാവണോ അതോ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനാവണോ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. ഹലോ ഹലോ, കുറച്ച് ഫിറ്റായി പോയി. കുറച്ചോ? കുറച്ചധികം. നല്ല ഹാങ് ഓവർ ഉണ്ട്. ഇപ്പൊ പൊങ്ങിയതേ ഉള്ളൂ. എവിടെ ഉണ്ട്? ഞാൻ ഹോസ്പിറ്റലാ. ആ, ഓട്ടിന്ന് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. ഓട്ടിയോ? ഓപ്പറേഷൻ തിയേറ്റർ. ഒരു എമർജൻസി ലാപ്രോക്ടമി ഉണ്ടായിരുന്നു. ലാപ്രോട്ടമി എന്ന് വെച്ചാ? അതിപ്പോ ഈ ആക്സിഡന്റ് കേസസിലൊക്കെ അബ്ഡോമിനൽ ഇഞ്ചുറി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സർജൻ വയർ ഓപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ലിവർ, കിഡ്നി, ഇൻറ്റസ്റ്റൈൻസ്, ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെ പുറത്തെടുത്ത് ചെക്ക് ചെയ്ത് തിരിച്ച് സൂച്ചറി. അത്രേ ഉള്ളൂ. ആ, മനസ്സിലായി. ഞാൻ വിളിച്ചോളാം. ഓക്കെ, ബൈ. ആ ഡോക്ടർ ജയചന്ദ്രന്റെ പേഷ്യന്റിന്റെ അയാളെ നിപ്പൊന്ന് കാണണം. രാവിലെ തന്നെ അയാളുടെ ഒരു കത്തിയും ഒരു ഇളകിയുള്ളൊരു നടപ്പുണ്ട്. കണ്ടാ തന്നെ ഒരെണ്ണം കൊടുക്കാൻ തോന്നും. തെണ്ടി.
അയാളൊക്കെ പേഷ്യന്റ് ബൈസ്റ്റാൻഡ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞു വിട്ട ആളെ പറയണം. നീ വല്ലതും കേൾക്കുന്നുണ്ടോ ടെസ? എന്ത്? I'm not a virgin. നാട്ടിൽ മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ബെന്നി എന്ന് പറഞ്ഞൊരാളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ പോയി പരിചയതാ. അപ്പം തോന്നി ഇഷ്ടമാണെന്ന്. ഇപ്പം തോന്നുന്നു വിവരക്കേടാണെന്ന്. എന്തായിരുന്നു അവളുടെ പേര്? ബെന്നി. ഓ, നല്ല ആളാണെന്ന് തോന്നി. അതുവരെ എനിക്കറിയുന്നവരൊക്കെ നല്ല ആൾക്കാരായിരുന്നേ. അബദ്ധം പറ്റിപ്പോയി. അടുത്ത സ്റ്റെപ്പ് കല്യാണം എന്നുള്ള സ്റ്റേജ് വന്നപ്പോൾ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലി ചാടി എന്നുള്ള പേരുമായി. നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് സിറിലിനോട് പറയാതെ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. എനിക്കും ആദ്യം മുതലേ പറയണമെന്ന് തോന്നിയൊരു കാര്യമുണ്ട്. ഫ അല്ല ഭ. ഭ ഫ ഭ. ഫാൻ തന്നെയല്ലേ ഞാനും പറയുന്നേ. ഭാവി അല്ല, ഭാവി. ഭാവി ഭാവി. ആ, ഭാവി. അത് തന്നെയല്ലേ ഞാനും പറയുന്നേ. ഭാവി. ശരിയാ. എന്നാന്നേ? ബ്യൂട്ടിഫുൾ. അത് തന്നെയല്ലേ ഞാനും പറയുന്നേ. ഓക്കെ, കറക്റ്റാണ്. പെർഫെക്റ്റ് ആണ്. ഗുഡ് മോർണിംഗ് ലക്ഷ്മി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ലക്ഷ്മി, ഇന്നലെ നൈറ്റ് എനിക്ക് തൂക്കം വരല. என்னாச்சு டாக்டர்? துபாயில மஸ்கிட்டோ இருக்கா? மஸ்கிட்டோ இல்ல லக்ஷ்மி, இரும்பு. எங்க பார்த்தாலும் இரும்பு இரும்பு. ஓ, அதுவா? பதில் கிடைச்சதா டாக்டர்? ஆக்சுவலி அது என்னது லக்ஷ்மி? நீங்க தோத்துட்டீங்கல? தோற்று. எறும்பு வாயை விட சின்னது. அது என்னது? அது என்னது? அது தின்னது. எறும்பு வாயை விட சின்னது, அது தின்னது. മനസ്സിലായോ? ஓ, that's a good one. நீ இந்த மாதிரி சின்ன கேள்வி கேட்டா நான் எப்படி பதில் சொல்ல முடியும்? அப்போ கொஞ்சம் பெரிய கேள்வியா கேட்கட்டுமா? ஷூட் லக்ஷ்மி. மலையை விட உயரமானது எது? ആദ്യം തന്നെ തോൽവി സമ്മതിച്ചു. എന്താ അത്? മലയിലെ വളർற മരം. 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 I got something for you. கொஞ்சம் தமிழ் மூவிஸ் தான் உனக்கு வேண்டி ഞാൻ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച. See? ஐயோ, இதெல்லாம் நான் பார்த்துட்டேனே டாக்டர். എങ്കിലും ലക്ഷ്മി വെച്ചോളൂ. வேணாம் டாக்டர், ஒவ்வொரு படத்தையும் 5-6 வாட்டி பார்த்திருக்கேன். ലക്ഷ്മി, I love to watch Tamil films. അലേപ്പായുധേ, മൊഴി, പരുത്തി വീരൻ. அதுதான் தமிழ். ലക്ഷ്മി, you know something? ഇവിടെ തമിഴ് സിനിമയുടെ റിലീസ് ആറുണ്ട്. Next time you can come with me. அப்படியா? பட் டாக்டர், ஃப்ரெண்ட்ஸுங்க கூட படத்துக்கு போனா படத்துல கான்சென்ட்ரேட்டே பண்ண முடியாது. நான் தனியாவே போய்க்கிறேன். நீங்க ரிஸ்க் எடுக்க வேண்டாம்.
ആണെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. വിട് ശാന്തമ്മ സിസ്റ്ററെ, പാവം കുട്ടിയല്ലേ. അത്രയ്ക്ക് പാവൊന്നും അല്ല. இல்ல சாரி, இது என் லஞ்ச். டாக்டர் முடிக்கலாமா? Finish your lunch. அந்த சிஸ்டருக்கு வச்ச பேரு சாந்தம்மா, ஆனா சரியான பேரு கோபம்மா. நான் கத்து ശാന്തമ്മ സിസ്റ്റർ கொஞ்சம் ஈகோ பார்ட்டி. டாக்டர், ஒரு விதத்துல தலைமுடிக்கும் ஈகோக்கும் சம்பந்தம் இருக்கு தெரியுமா? அது என்ன சம்பந்தம்? திருப்பதி, பழனி இந்த மாதிரி கோயிலெல்லாம் தலைமுடி எதுக்கு காணிக்க கொடுக்குறாங்க? തല മുട്ടയടിക്കുന്നത്. അത് ഓരോരുത്തരുടെ വിശ്വാസം, അല്ലാതെന്താ. தலைமுடி ஒரு ஃபால்ஸ் ஐடென்டிட்டி, ஈகோவும் அப்படிதான். ரெண்டையும் இறக்கி வச்சிட்டீங்கன்னா தலையில பாரமே இருக்காது. ഓ, உனக்கு எப்படி கிடைச்சு ഈ ഫിലോസഫി? அது எங்க பெரியப்பா சொன்னது. ஒண்ணு பாத்தீங்களா டாக்டர், உங்களுக்கு முடி மாதிரி தான் ஈகோ, ரெண்டுமே கம்மியா இருக்கு. അമ്മ തായേ, നീ ലക്ഷ്മി അല്ല സരസ്വതിയാ. ഹലോ ശ്രേയ, സാധാരണ എല്ലാവരും ഡ്രോണില് ക്യാമറ മാത്രം പിടിപ്പിക്കുക. പക്ഷെ ഞാനിതിൽ എൻ്റെ പീക്കോ പ്രൊജക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സംസാരിക്കുന്ന എന്നെയും ക്യാമറയിലൂടെ നിന്നെയും പരസ്പരം കാണാൻ. നേരിട്ട് പറയാന്നാ വിചാരിച്ചിരുന്നത്, പിന്നെ ഓർത്തു എൻ്റെ ഈ പുതിയ പ്രോജക്റ്റിലൂടെ പറയാൻ. വലിയ കാര്യമൊന്നുമല്ല, ചെറിയൊരു പ്രേമകാര്യം പറയാൻ. ഓഹോ, പ്രേമിക്കാനുള്ള റീസൺ? നീ നല്ല ഓട്ടക്കാരിയാ, പക്ഷെ വലിയ അത്ലീറ്റ് ഒന്നുമല്ല. നന്നായി പഠിക്കും, പക്ഷെ വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല. കാണാനും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു വലിയ സുന്ദരിയൊന്നുമല്ല. അത് തന്നെ റീസൺ. അതുകൊണ്ട് ഐ ലവ് യു.